വയനാട് ചുണ്ടയിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ അപകടത്തിൽ മരണപ്പെട്ട സംഭവത്തിൽ ദുരൂഹത. മരണപ്പെട്ട നവാസിന്റെ ബന്ധുക്കൾ ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകി. മനഃപൂർവ്വം കൊലപ്പെടുത്തിയെന്നാണ് ആരോപണം. കഴിഞ്ഞ ദിവസമാണ് നവാസ് സഞ്ചരിച്ച ഓട്ടോറിക്ഷയും നിലമ്പൂർ സ്വദേശി സുബിൻ ഷാ ഓടിച്ച ജീപ്പും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. തിങ്കൾ രാവിലെയാണ് വയനാട് ചുണ്ടേൽ എസ്റ്റേറ്റ് റോഡിൽ ധാർ ജീപ്പും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടം നടന്നത്. അപകടത്തിൽ ഓട്ടോ ഡ്രൈവർ നവാസ് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. അപകടം ആസൂത്രിത കൊലപാതകമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. നവാസും ജീപ്പ് ഓട്ടിച്ചിരുന്ന സുബിൽ ഷായും തമ്മിൽ മുൻവൈരാഗ്യമുണ്ടായിരുന്നുവെന്നാണ് കുടുംബം പറയുന്നത്. ഇരുവരുടെയും സ്ഥാപനങ്ങൾ റോഡിന്റെ ഇരുവശത്തായാണ് പ്രവർത്തിക്കുന്നത്. കച്ചവടവുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളുണ്ടായിരുന്നു. വാഹനവുമായി കാത്തുനിന്ന സുബിൽ ഷാ നവാസിനെ വിളിച്ചു വരുത്തി വാഹനം ഇടിപ്പിക്കുകയായിരുന്നുവെന്നാണ് ബന്ധുവായ റഷീദ് പറയുന്നത്. അന്ന് തന്നെ ഇതിന്റെ ചെറിയൊരു സൂചന എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്രത്തോളം ആവുമെന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല. പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് പല സുഹൃത്തുക്കളും ഇത് പറയുന്നത്. ഇങ്ങനെ പിന്നെ ഇതിൽ ഒരു ഗൂഢാലോചനയുണ്ട്, ഗുരുതരമായ എന്തൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. സുബിൽ ഷായുടെ ചുണ്ടേൽ ടൗണിലെ ഹോട്ടൽ നാട്ടുകാർ അടിച്ചു തകർത്തിരുന്നു. സംഭവത്തിൽ അന്വേഷണം വേണമെന്ന് CPIM ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബന്ധുക്കളുടെ പരാതി ഗൗരവമുള്ളതാണെന്ന് നാട്ടുകാരനായ ഹരിശങ്കർ പറയുന്നു. വണ്ടിയെ ഇടിച്ചു തകർത്ത് ആളെ അപായപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്തതായിട്ടുണ്ട് എന്നുള്ള തരത്തിലാണ് നാട്ടുകാർ എന്നുള്ള നിലക്കും സുഹൃത്തുക്കൾ എന്നുള്ള നിലക്കും നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള അന്വേഷണം തന്നെ വേണം. കേവലം ഒരു ആക്സിഡന്റ് കേസ് എന്ന് പറഞ്ഞ് അതിനെ എഴുതി തള്ളാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കില്ല. അതിന് കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം തന്നെ വേണം. അപകടത്തിന് ശേഷം പോലീസ് കസ്റ്റഡിയിലെടുത്ത സുബിൽ ഷാ നിലവിൽ പോലീസ് നിരീക്ഷണത്തിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ബന്ധുക്കളുടെ പരാതി ലഭിച്ചെന്നും വിശദമായ അന്വേഷണം നടത്തുമെന്നും വൈത്തിരി പോലീസ് പറഞ്ഞു. കൈരളി ന്യൂസ്, വയനാട്.